പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം 1 കൊറിന്തോസ് 6 15 വാക്യം മുതൽ. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ദൈവമക്കളാകാൻ അനുഗ്രഹം ലഭിച്ച നമ്മിലെല്ലാവരിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നു. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നമ്മിൽ പാപം ഉണ്ടാകരുത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മുടെ ശരീരത്തിൽ അന്ധകാരം വസിക്കുന്ന അന്ധകാരത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ നിലനിൽക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാവിധ പ്രേരണകളെയും നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ വർജിക്കേണ്ടിയിരിക്കുന്നു. അപ്രകാരം മാത്രമേ നമുക്ക് യഥാർത്ഥ ക്രിസ്തു അനുയായികളാവാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2 13 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. അപ്പോൾ യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള വിശുദ്ധിയെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഒന്ന്, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അവിടെ അശുദ്ധി നിലനിർത്തരുത്. നമ്മൾ പരിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ശരീരം. ഈ ജീവിതം ദൈവം നൽകിയ ഒരു ഗിഫ്റ്റാണ്, ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മൾ അതിനോട് കൂറ് പുലർത്തി ദൈവത്തോട് നന്ദി അർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വസിക്കേണ്ടവരാണ് നമ്മൾ, ആത്മാവിലും ശരീരത്തിലും. വീണ്ടും അടുത്ത വചനഭാഗത്തിൽ ദേവാലയത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ദേവാലയം ഒരു ഫിസിക്കൽ ചർച്ചാകാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരം, പ്രതീകാത്മകമായ നമ്മുടെ ശരീരം തന്നെയാകാം. അപ്പോൾ അത് ഈ കച്ചവടക്കാരുടെയും കള്ളന്മാരുടെയും കള്ളചിന്തകളുടെയും ഒക്കെ ഒരു ഇടമാക്കി മാറ്റരുത് എന്ന് കർത്താവ് നമ്മളോട് പറയുന്നു.
അപ്പോൾ ഇതിനോട് എപ്രകാരം നമുക്ക് വിശുദ്ധിയിൽ വസിക്കാൻ സാധിക്കും? ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5:16, നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്. ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. അപ്പോൾ എല്ലാ അശുദ്ധിയിൽ നിന്ന് നമുക്ക് അകന്നു നിൽക്കാം. നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകാം. ഇപ്പോൾ അശുദ്ധിയുള്ളിടത്ത് അശുദ്ധാത്മാവുള്ളിടത്ത് പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്നവരിൽ അശുദ്ധാത്മാവിനും എൻട്രി ഇല്ല. അപ്പോൾ the best form of defense is attack എന്ന് പറയുന്ന പോലെ ദുഷ്ടാത്മാക്കൾക്ക്, അശുദ്ധാത്മാക്കൾക്ക് ഒരു ഇടം കൊടുക്കാതെ എപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ